ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ജാർ ഡെക്കറേഷനാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് ജാർ ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സൊക്കെ ജാറിലാക്കിയിട്ട് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഈ ചോക്ലേറ്റ് ജാർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ഈ ഒരു ജാറിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ജാറിൻ്റെ പുറം നമ്മൾ നെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് അതിൽ നമ്മളൊരു ടാഗും കൂടെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ടാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് മെസ്സേജസ് ഒക്കെ എഴുതിയിട്ടാണ് നമ്മൾ ആ ടാഗ് വെച്ച് കൊടുക്കുന്നത്. നെറ്റ് ക്ലോത്ത് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെറ്റ് ക്ലോത്ത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. നമ്മുടെ സ്വീറ്റ്സിനനുസരിച്ച് അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇനി ഒരു പ്രിൻ്റഡ് ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ നടുക്കൊന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിലൊരു ഹോളും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ടാഗ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ച് യൂസ് ചെയ്തിട്ട് 2 ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലവേഴ്സും കട്ട് ചെയ്തെടുത്തിട്ട് അതുകൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ലവ് തീമിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാർട്ട് ഷേപ്പും കൂടെ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഹാർട്ട് ഷേപ്പിൻ്റെ സ്റ്റിക്കേഴ്സ് വാങ്ങിയതാണ്. അപ്പോൾ അതുകൂടെ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിൽ കുറച്ച് മെസ്സേജസ് ഒക്കെ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട്സിനാണ് കൊടുക്കുന്നെങ്കിൽ ഫ്രണ്ട്സിന് റിലേറ്റഡ് ആയിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള മെസ്സേജസ് എഴുതി കൊടുക്കാം. അതല്ല ലവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലവ് തീമിലുള്ള എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ അതൊക്കെ അവർക്ക് നമുക്ക് കൊടുക്കുന്ന ആൾക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ ജസ്റ്റ് ഒരു ഐ ലവ് യു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജസ് എഴുതുക. എന്നിട്ട് നമ്മളിതൊന്ന് ജാറിൻ്റെ മുകളിലായിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഈ ഒരു ടാഗൊക്കെ വെക്കുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ജൂട്ട് ത്രെഡ് അതുപോലെ തന്നെ പേപ്പർ ത്രെഡൊക്കെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. റിബൺ ഒരിക്കലും യൂസ് ചെയ്യരുത്. ടാഗ് കെട്ടുമ്പോൾ റിബൺ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ജൂട്ട് ത്രെഡും അതുപോലെ പേപ്പർ ത്രെഡൊന്നും ഇല്ല, വെറും റിബൺ മാത്രമേ ഉള്ളൂ എങ്കിൽ എന്ത് കാണിച്ചാൽ മതി വെച്ചാൽ റിബൺ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ടാഗ് ഉണ്ടല്ലോ, ടാഗ് അവിടെ വെക്കല്ലേ, അത് നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഈ അടപ്പിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താലും ഭംഗിയായിരിക്കും. റിബൺ യൂസ് ചെയ്യുമ്പോൾ ഈ നെക്ക് പോർഷനിൽ നമ്മൾ ടാഗ് കിടക്കുന്ന പോലെ ഒരിക്കലും വെച്ച് കൊടുക്കരുത്. ഇനി നമ്മൾ എക്സ്ട്രാ വരുന്ന നെറ്റ് ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എപ്പോഴും നമ്മൾ ഈ നെറ്റ് ക്ലോത്ത് ഈ ഒരു ജാറിൻ്റെ പകുതിയിൽ താഴെ ഏറ്റി നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഡെക്കറേഷനൊക്കെ എന്ന് പറയുമ്പം നമുക്ക് കൊടുക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ തന്നെ ചെയ്തെടുത്താൽ മതി. ഇത്ര സിമ്പിളാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഇതിൽ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജാർ ഡെക്കറേഷൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കൂടെ താഴെ കൊടുക്കാം. അപ്പോൾ താങ്ക് യു.